ഹായ് ഓൾ, ഇന്ന് കുക്കുവിന് മലയാളമാണ് എക്സാം. ഹിന്ദിയും മലയാളവും ആണെങ്കിൽ രാവിലെ അവനൊപ്പം ഞാനും ഇരിക്കണം. 8:45 ഞാൻ ഓടി കിച്ചണിലേക്ക് വന്ന് ഇന്നലത്തെ മീൻകറി ചട്ടി എടുത്ത് ചൂടാക്കാനായിട്ട് വെച്ചു. 9:15 ഫസ്റ്റ് ബെല്ലടിക്കും. ഇനിയിപ്പോൾ ഉള്ള സമയത്തിന് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരേ ഒരു ഐറ്റം ഇതാണ്. ന്യൂഡിൽസ് ഇരിപ്പുണ്ട്, പക്ഷേ എനിക്കിത് ഉണ്ടാക്കാനായിട്ടുള്ള സമയം ഇപ്പോൾ ഇല്ല. 2 മിനിറ്റിൽ ആ സാധനം റെഡിയാവില്ല എന്നുള്ളത് ഇപ്പം ഏകദേശം നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണല്ലോ. നിലു എണീറ്റാൽ അമ്മയ്ക്ക് അപ്പോൾ പാല് കൊടുക്കണം അവന്. അതിനായിട്ട് പാല് കാച്ചി വെച്ചിരുന്നു. അതിന്ന് കുറച്ചെടുത്ത് കുക്കുവിന് ഞാൻ കോൺഫ്ലെക്സ് കൊടുത്തു. ഈ ഒരു ഡ്രസ്സിൻ്റെ എംബ്രോയിഡറി വർക്കൊക്കെ വളരെ നീറ്റായിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാനിത് മേടിച്ചിട്ട് ഏകദേശം 3 വർഷം ആകാൻ പോണു. കിട്ടുവാണെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. കുക്കുവിന് കഴിക്കാനെടുത്ത് കൊടുത്തിട്ട് ഞാൻ എനിക്കും അമ്മയ്ക്കും നിലുവിനും വേണ്ടിയിട്ട് ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. നിലുവിന് പേരിന് പുട്ടും കുറച്ചധികം ചുവന്ന പഴമോ ഏത്തപ്പഴമോ ഒക്കെ ഇട്ടാണ് അമ്മ കുഴച്ച് കൊടുക്കാറുള്ളത്. ഈ കുക്കറിലുള്ള പരിപാടി ഞാനങ്ങ് നിർത്തി. കുക്കറിൽ വെക്കുന്ന പുട്ടുകുറ്റിയുടെ ചില്ലും ഞാനുമായിട്ടുള്ള ബന്ധം അത്ര സ്മൂത്ത് ആയിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ എന്നാൽ ഇനി അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പുട്ടുകുടവങ്ങ് മേടിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ലഞ്ച് വെക്കാൻ പറ്റുമോ എന്നുള്ളതിൽ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം 15-ാം തീയതിക്ക് മുന്നേ, അതായത് ഇന്നിപ്പോൾ ഈ വീഡിയോ വരുന്നത് 15-നാണെങ്കിലും ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത് 2 ദിവസം മുന്നെയാണ്. വർക്ക് ഇന്ന് തീർത്ത് തരണമെന്നും അതിനൊപ്പം തന്നെ വീട് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ എനിക്ക് ഒതുക്കാനുണ്ട്. ഞാൻ ഇപ്പോൾ ആ പരിപാടി തുടങ്ങിയാൽ രാത്രിയായാലും തീരുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. ഹയർ ക്ലാസ്സസിന് എക്സാം നടക്കുമ്പോൾ പ്ലേ ക്ലാസ്സിനെ എങ്ങനെ വിടണം എന്നുള്ളത് മസ്റ്റല്ല. മലയാളവും ഹിന്ദിയും മാത്സും ഒക്കെ കഴിഞ്ഞിട്ട് നിലുവിനെ വിടാമെന്ന് കരുതി. ഇന്നലെ ക്ലീൻ ചെയ്ത സോഫ നല്ല അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണിക്കണമെങ്കിൽ ഞാനത് സെറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോഴേക്ക് ഞാൻ കാണിക്കാം. ഒരുപാട് പുട്ടെടുത്ത് ഇന്നലത്തെ കറിച്ചട്ടിയിലോട്ട് ഇട്ടാൽ എൻ്റെ ഗ്ലഞ്ചം പരിപാടി നടക്കത്തില്ല. കറി കുറച്ച് മുന്തി നിന്നാലേ അതിങ്ങനെ കുഴ ഇരിക്കത്തുള്ളൂ. അതിനെയാണ് ഞാൻ ഗ്ലഞ്ചം എന്ന് പറയുന്നത്. അകത്ത് പണി നടക്കുന്നത് കൊണ്ടും സോഫ നന്നായിട്ട് ഉണങ്ങാൻ ഒരിത്തിരി വെയിലും കൂടെ വേണം എന്നുള്ളത് കൊണ്ടും സോഫയൊക്കെ ഞാൻ പിള്ളേരെ കൊണ്ട് തന്നെ എടുത്ത് പുറത്തേക്ക് ഇടിയിച്ചു. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ പാടെ തന്നെ മഴയായിരുന്നല്ലോ. പിന്നെ ഇപ്പോഴാണ് കടലിങ്ങനെ നിറഞ്ഞു കാണാൻ തുടങ്ങിയത്. മുതലാളി സത്യസന്ധതയുടെ മുഖം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ആത്മാർത്ഥതയുടെ മുഖമാണ് ആ മുഖം. മോഡം വൈഫൈ ഇതൊക്കെ വെക്കാനുള്ള റാക്ക് ശരിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് ഇതൊക്കെ വെച്ചിട്ടേ അവർക്ക് ബാക്കി പണി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. എന്തെങ്കിലും വയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ അതിപ്പോഴേ അറിയാൻ പറ്റും. അങ്ങനെ വീട്ടിൽ പോകാൻ പോയ വിച്ചുവിനോട് കാര്യം പറഞ്ഞപ്പോൾ അവൻ അന്ന് രാത്രി തന്നെ എനിക്കത് ചെയ്തു തന്നു. അങ്ങനെ അന്ന് രാത്രി പണി ഇവിടെ വരെയാണ് കഴിഞ്ഞത്. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.